ഹായ് മക്കളെ, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ടീച്ചർ ആദ്യത്തെ ചോദ്യം വായിക്കാം. ലോകത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി ആരാച്ചാരുടെ തസ്തികയിൽ നിയമിതയായിരിക്കുന്നു. ഇത് എല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക. ഉത്തരം നോക്കാം. ലോകത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി ആരാച്ചാർ തസ്തികയിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആ പദവിയിലേക്ക് എത്തിച്ചേർന്ന ചേതന ഗൃഥ മല്ലിക്കിനോട് ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ എന്ന് CNC ചാനൽ റിപ്പോർട്ടർ ചോദിക്കുന്നു. അതിന് മറുപടിയായി ചേതന പറയുന്നത് ഇതെല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ് എന്നാണ്. കാരണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യസ്ഥാനം ഇല്ലാതിരുന്ന കാലഘട്ടങ്ങൾ നമുക്കുണ്ടായിരുന്നു. പല മേഖലകളിൽ നിന്നും സ്ത്രീകളെ ഒഴിവാക്കിയിരുന്നു. ആ സന്ദർഭത്തിലാണ് ചേതന ഒരു ആരാച്ചാർ പദവിയിലേക്ക് എത്തുന്നത്. അതുവരെ പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന മേഖലയായിരുന്നു ആരാച്ചാർ എന്നത്. ഒന്നിൻ്റെ പേരിലും സമൂഹത്തിൻ്റെ ഒരു മേഖലയിൽ നിന്നും മാറ്റി നിർത്തേണ്ടവളല്ല സ്ത്രീ എന്ന തിരിച്ചറിവാണ് ചേതന സമൂഹത്തിന് നൽകുന്നത്. ചേതനയുടെ ഈ കടന്നുവരവ് സമൂഹത്തിലെ ഓരോ സ്ത്രീകൾക്കും പ്രചോദനം തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. യതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിലേറ്റിയതോടെ ലോകത്തെ ആദ്യ വനിതാ ആയിത്തീരുന്നു ചേതന ഗൃഥ മല്ലിക്. കുറ്റവാളികളെ തൂക്കിലേറ്റുക എന്ന ശിക്ഷാരീതി പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ക്ലാസ്സിൽ പൊതുവായി ചർച്ച ചെയ്യും. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് തിരിഞ്ഞാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരു നിയന്ത്രിക്കാനായിട്ടൊരു മോഡറേറ്റർ കൂടി ഉണ്ടാകും. അപ്പോൾ മോഡറേറ്ററാണ് ആദ്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരെയും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. ചേതന ഗൃഥ മല്ലിക് എന്ന സ്ത്രീ ആരാച്ചാർ പദവിയിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതയാണെന്ന് നമുക്കറിയാം. യതീന്ദ്രനാഥ ബാനർജി എന്ന കുറ്റവാളിയെ തൂക്കിലേറ്റുക എന്നതാണ് അവരുടെ നിയമനത്തിൻ്റെ ഉദ്ദേശം. ഈ സാഹചര്യത്തിൽ തൂക്കിക്കൊല്ലുക എന്ന ശിക്ഷാരീതിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തുറന്ന് സംസാരിക്കാം. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിലെ വ്യക്തികളുടെ അഭിപ്രായമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. തൂക്കിക്കൊല്ലുക എന്ന ശിക്ഷാരീതി തികച്ചും അനിവാര്യമായ ഒന്ന് തന്നെയാണ്. കൊടും കുറ്റവാളികൾക്ക് സമൂഹത്തിൽ ജീവിച്ചിരിക്കാനുള്ള അവകാശമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം സാധാരണ രീതിയിലുള്ള ശിക്ഷാവിധിക്ക് ശേഷം അവർ സമൂഹത്തിൽ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ രാജ്യത്ത് വധശിക്ഷകൾ നിലനിന്നിട്ട് പോലും കൊലപാതകവും പീഡനങ്ങളും വളരെ കൂടുതലായി കണ്ടുവരുന്നു. അതുകൊണ്ട് കൊടും കുറ്റവാളികളെ തൂക്കിലേറ്റുക എന്ന ശിക്ഷാരീതി പരിഷ്കൃത സമൂഹത്തിന് നിലനിൽക്കേണ്ടതു തന്നെയാണ് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഗ്രൂപ്പ് 2ൻ്റെ അഭിപ്രായം നോക്കാം. ഞങ്ങളുടെ അഭിപ്രായം ഗ്രൂപ്പ് 1-ൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. വധശിക്ഷ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം സാഹചര്യങ്ങൾ കൊണ്ട് പലരും തെറ്റിലകപ്പെട്ടു പോയെന്ന് വരാം. എന്നാൽ അവർക്ക് തെറ്റുകൾ മനസ്സിലാക്കി സ്വയം തിരുത്താനുള്ള സാഹചര്യം നാം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. മറ്റു തരത്തിലുള്ള ശിക്ഷാരീതികൾ ഒരു കുറ്റവാളിയിൽ മാനസാന്തരത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും അവസരം ഒരുക്കുന്നു. ഇനി അടുത്തതായി നമ്മുടെ അവസാന പാരഗ്രാഫായിട്ട് മോഡറേറ്റർ ഈ രണ്ട് ചർച്ചയിൽ നിന്നും ഒരു തീരുമാനത്തിലെത്തുകയാണ് അല്ലേ. തൂക്കിലേറ്റുക എന്ന ശിക്ഷാ നടപടിയുടെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞു നടത്തിയ ചർച്ചയിൽ 2 തരം അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. 2 പേർക്കും അവരുടെ അഭിപ്രായങ്ങൾക്ക് തക്കതായ ന്യായീകരണങ്ങളും ഉണ്ട്. കുറ്റവാളികൾക്ക് വേണ്ട വിധത്തിലുള്ള ശിക്ഷ നൽകാതിരുന്നാൽ തെറ്റുകൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും എന്ന അഭിപ്രായക്കാരും, വധശിക്ഷയ്ക്ക് വിധിക്കുന്ന പ്രതികൾക്ക് തെറ്റുകൾ തിരുത്തി നന്മ നിറഞ്ഞ ജീവിതത്തിലേക്ക് വരാനുള്ള അവസരം നഷ്ടമാകുന്നു എന്ന അഭിപ്രായക്കാരുമാണ് ചർച്ചയിൽ ഉണ്ടായിരുന്നത്. തെറ്റുകൾ ചെയ്തു പോകുന്നവർക്ക് തിരുത്താനും പിന്നെ ഒരിക്കലും തെറ്റിലേക്ക് പോകാതിരിക്കാനും വേണ്ടുന്ന രീതിയിലുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ഭരണകൂടത്തിന് നൽകിക്കൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. വാർത്തകൾ സൃഷ്ടിച്ച് റേറ്റിംഗ് കൂട്ടുന്നതിനായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ നോവൽ ഭാഗത്ത് എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: മാധ്യമങ്ങൾ തങ്ങളുടെ ചാനലുകൾക്ക് റേറ്റിംഗ് കൂട്ടുന്നതിനായി പലതരത്തിലുമുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. അത്തരത്തിലുള്ളൊരു ചാനലാണ് നോവൽ ഭാഗത്ത് തന്നിരിക്കുന്ന CNC ചാനൽ. പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ലോകത്തിലെ ആദ്യ ആരാച്ചാർ പദവിയിൽ എത്തിച്ചേർന്ന ചേതനയുടെ ചിത്രങ്ങളും വാർത്തകളും പകർത്താൻ തയ്യാറായിരിക്കുന്ന CNC ചാനലിലെ ക്യാമറാമാനെയും റിപ്പോർട്ടറായ സഞ്ജീവ് കുമാർ മിത്രയെയുമാണ് പരിചയപ്പെടുത്തുന്നത്.
തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട യതീന്ദ്രനാഥ ബാനർജി ഭാഗ്യവാനാണ് എന്നതാണ് റിപ്പോർട്ടറിൻ്റെ നിഗമനം. ലോകത്തിലാദ്യമായിട്ടാണ് ഒരു കുറ്റവാളിക്ക് വളയിട്ട കൈകൊണ്ട് കാലപുരി പോകാൻ കഴിയുന്നത് എന്നതാണ് യതീന്ദ്രനാഥ ബാനർജിയുടെ ഭാഗ്യത്തിന് കാരണം. എത്ര വലിയ കുറ്റക്കാരനായാലും അയാളുടെ മരണത്തെ ഒരു ആഘോഷമാക്കി അതിലൂടെ തങ്ങളുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുകയാണ് സഞ്ജയ് കുമാർ എന്ന CNC റിപ്പോർട്ടർ. കുറ്റവാളിയുടെ മരണം വരെയുള്ള ഓരോ നിമിഷവും ചേതനയോടൊപ്പം CNC ചാനൽ ഉണ്ടാകുമെന്ന് പറയുന്നതിലൂടെ റിപ്പോർട്ടറുടെ മനസാക്ഷി ഇല്ലാത്ത പെരുമാറ്റ രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകത്തിലാദ്യമായി ആരാച്ചാർ തസ്തികയിലേക്ക് എത്തിച്ചേർന്ന ചേതനാകൃത മല്ലിക് എന്ന വ്യക്തിയെക്കുറിച്ചുള്ള വാർത്തകൾ തികച്ചും അനിവാര്യമാണ്. എന്നാൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഒപ്പിയെടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഒരു ആഘോഷമാക്കി മാറ്റുകയും അതിലൂടെ തങ്ങളുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ പല മാധ്യമങ്ങൾക്കും കൂടിയുള്ള അപഹാസ്യം കൂടിയാണ് ഈ CNC ചാനലിലൂടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. സമൂഹത്തിന് പ്രയോജനപ്പെടുന്നതും സത്യസന്ധവും മതേതര സ്വഭാവമുള്ളതും മത്സര സ്വഭാവം ഇല്ലാത്തതുമായിരിക്കണം യഥാർത്ഥ മാധ്യമ പ്രവർത്തനങ്ങൾ. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം നോക്കാം. തത്സമയ വാർത്ത. തത്സമയ വാർത്തയുടെ സവിശേഷതകൾ എന്തെല്ലാം ചർച്ച ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക. അതിലൊന്നാമത്തെ പോയിന്റ് ആശയ സമഗ്രത, ആകർഷവും ചടുലവുമായ അവതരണം, വ്യക്തമായ ഭാഷാ പ്രയോഗം. തത്സമയ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ പറയാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ അറിവുണ്ടായിരിക്കണം. മാത്രവുമല്ല, ഒരു പ്രത്യേക മതത്തെയോ രാഷ്ട്രീയത്തെയോ മാത്രം പക്ഷം ചേർത്ത് പറയാൻ പാടില്ല. കൂടാതെ ആകർഷകമായും ചടുലവുമായും നല്ല രീതിയിലുള്ള ഭാഷാപ്രയോഗത്തിലൂടെയും ആകണം ആശയങ്ങൾ പങ്കുവയ്ക്കാൻ. മറ്റുള്ളവർക്ക് ബാധകമാകുന്ന രീതിയിലുള്ള യാതൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല. സത്യസന്ധവും പ്രയോജനപ്രദവുമായിരിക്കണം ഓരോ വാർത്തകളും. ഇതിനെല്ലാം പുറമെ വാർത്ത കേൾക്കുന്നവർക്ക് അത് നേരിട്ട് കണ്ടു നിൽക്കുന്ന അനുഭവം പകർന്നു കൊടുക്കാനും കഴിയണം. ഇനി നമ്മൾ നോക്കുന്നത് ഒരു തത്സമയ വാർത്തയാണ് കേട്ടോ. നിങ്ങളുടെ സ്കൂളിലെ കലോത്സവം, കായികോത്സവം എന്നിവ തത്സമയ വാർത്തയായി അവതരിപ്പിക്കുക. ടീച്ചർ ഇവിടെ ഒരു കലോത്സവ വാർത്തയാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ ശ്രീവിദ്യ. ഞാനിപ്പോൾ ഉള്ളത് ഗവൺമെൻറ് HSS ഇളമ്പ സ്കൂളിലെ കലോത്സവ വേദിക്ക് മുന്നിലാണ്. പലവിധ മത്സര ഇനങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 70ഓളം സ്കൂളുകളാണ് മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ധാരാളം കലാകാരന്മാരും കലാകാരികളും ഇവിടെ എത്തിയിട്ടുണ്ട്. 5 സ്റ്റേജുകളിലായിട്ടാണ് മത്സര ഇനങ്ങൾ നടക്കുന്നത്. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, തിരുവാതിരക്കളി, കേരള നടനം എന്നിവയുടെ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷകർത്താക്കളും കാണികളുമായി എല്ലാ സ്ഥലങ്ങളും നിറഞ്ഞിരിക്കുന്നു. അത്രയേറെ ജനപങ്കാളിത്തമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വാർത്തകളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ക്യാമറാമാൻ ശ്രീശാന്തിനൊപ്പം ശ്രീവിദ്യ. അടുത്തതായി 5ാമത്തെ ചോദ്യം. ചേതനാകൃത മല്ലിക്കിനെ ആരാച്ചാരായി നിയമിച്ച ദിവസത്തെ സംഭവങ്ങൾ വിവിധ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നാൽ എങ്ങനെയായിരിക്കും? ആദ്യം നമുക്ക് പത്രവാർത്ത നോക്കാം. പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ല ആകർഷകമായൊരു തലക്കെട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക. സംഭവം നടക്കുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തിൻ്റെ പേര് കൂടി കൊടുക്കുക. ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അതിൻ്റെ വിഷയത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യ വനിത ആരാച്ചാർ എന്നാണ് ടീച്ചർ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. സ്ഥലം ആലിപ്പൂർ. ലോകത്തിലാദ്യമായി ഒരു വനിത ആരാച്ചാർ തസ്തികയിലേക്ക്. ബംഗാളിലെ പ്രശസ്ത ആരാച്ചാർ ഭണിഭൂഷൺ ഗൃഥ മല്ലിക്കിൻ്റെ മകൾ ചേതന ഗൃഥ മല്ലിക്കാണ് ആരാച്ചാരായി സ്ഥാനമേറ്റിരിക്കുന്നത്. കുറ്റവാളി യതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിലേറ്റാനുള്ള ദൗത്യവുമായാണ് ചേതന ആരാച്ചാർ സ്ഥാനമേറ്റിരിക്കുന്നത്. നിയമന ഉത്തരവ് കൈപ്പറ്റിയ ചേതന ആലിപ്പൂർ കറക്ഷണൽ ഹോമിലെത്തി അധികാരികളെ കണ്ട് തൂക്കിക്കൊലയുടെ തയ്യാറെടുപ്പുകളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി. തൻ്റെ ഈ പദവി ലോകത്തെ എല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണെന്ന് ചേതന പറഞ്ഞു. ഇനി നമുക്ക് വാർത്ത ടെലിവിഷനിൽ എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നോക്കാം. നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോകത്തിലാദ്യമായി ഒരു സ്ത്രീ ആരാച്ചാർ പദവിയിലേക്ക്. ബംഗാളിലെ പ്രശസ്ത ആരാച്ചാർ ഭണിഭൂഷൺ ഗൃഥ മല്ലിക്കിൻ്റെ മകൾ ചേതന ഗൃഥ മല്ലിക്കാണ് പുതിയ ആരാച്ചാറായി എത്തിയിരിക്കുന്നത്. കുറ്റവാളി യതീന്ദ്രനാഥ ബാനർജിയുടെ വധശിക്ഷയാണ് ചേതനയുടെ ആദ്യ ദൗത്യം. ആലിപ്പൂർ കറക്ഷണൽ ഹോം സൂപ്രണ്ടിനെയും IGയെയും സന്ദർശിച്ച ചേതന തൂക്കിക്കൊലയുടെ ആദ്യഘട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. തൻ്റെ ആരാച്ചാർ പദവി ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണെന്ന് അവർ കൂട്ടിച്ചേർത്തു.
അടുത്തതായി നമ്മൾ തയ്യാറാക്കേണ്ടത് റേഡിയോ വാർത്തയാണ്. അപ്പോൾ റേഡിയോ വാർത്ത തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമസ്കാരം, നമ്മൾ എങ്ങനെയാണോ ടെലിവിഷൻ വാർത്ത തയ്യാറാക്കിയത് അതുപോലെ തന്നെയാണ് നമുക്ക് റേഡിയോ വാർത്തയും തയ്യാറാക്കേണ്ടത്. തുടക്കത്തിൽ തന്നെ നമുക്ക് നമസ്കാരം, പ്രധാന വാർത്തകൾ വായിക്കുന്നത് ആരാണോ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നു. അതായത് പ്രധാന വാർത്തകൾ വായിക്കുന്നത് ശ്രീകല, നമുക്കിഷ്ടമുള്ളൊരു പേര് അവിടെ പറയാം. അതിനുശേഷം നമുക്കിഷ്ടമുള്ള പേരെന്ന് പറയുമ്പോൾ നമ്മൾ വാർത്തകൾ വായിക്കുന്നത് ആരാണോ ആ ആളിൻ്റെ പേര് നമ്മൾ പറയും. അതിനുശേഷം നമ്മൾ എന്താണോ ടെലിവിഷൻ വാർത്തയിൽ എഴുതിയത് അതേ മാറ്റർ തന്നെ നമുക്ക് അവിടെയും പറയാവുന്നതാണ്. ലോകത്തിലാദ്യമായി ഒരു സ്ത്രീ ആരാച്ചാർ തസ്തികയിലേക്ക് ബംഗാളിലെ പ്രശസ്ത ആരാച്ചാർ ഭണിഭൂഷൺ ഗൃഥ മല്ലിക്കിൻ്റെ മകളായ ചേതന ഗൃഥ മല്ലിക്കാണ് ആ ഒരു നിയമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് പറയുന്നത് നമുക്ക് അവിടെയും ആ സെയിം വാർത്ത തന്നെ നമുക്ക് പറയാവുന്നതാണ്. ശേഷം നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ എങ്ങനെയാണ് ഒരു വാർത്ത വരുന്നതെന്ന് കൂടി നോക്കാം. സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത് റേഡിയോയിൽ പറയുന്നത് പോലെയോ പത്രവാർത്തയിൽ പറയുന്നത് പോലെ ഒരു തലക്കെട്ടോ നമസ്കാരമോ പ്രധാന വാർത്തകളെന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മൾ ഇതുവരെ പത്രവാർത്തയിലും ടെലിവിഷൻ വാർത്തയിലും റേഡിയോ വാർത്തയിലുമൊക്കെ എന്താണോ പറയുന്നത് ആ മാറ്റർ, ആ ഒരു വിഷയം അതുപോലെ നമ്മൾ എഴുതി വെച്ചാൽ മതിയാകും. അപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പത്രവാർത്ത, ടെലിവിഷൻ വാർത്ത, റേഡിയോ വാർത്ത, സാമൂഹ്യ മാധ്യമങ്ങൾ, അതിൻ്റെ തുടക്കത്തിലെ അവതരണത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി വിഷയമെല്ലാം സെയിം തന്നെയാണ്, അല്ലേ, ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ടീച്ചർ വീണ്ടും അതിൻ്റെ ഒരു നോട്ട് കൂടി തരാത്തത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു പാഠഭാഗത്തിൻ്റെ നോട്ടുമായി നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം.